ഒരു വൺ മാൻ ഷോയിലേക്കാണ് പോകുന്നത്. ഇന്ന് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് ഈ വേദിയിലേക്ക് എത്തുന്നത് ആരോമൽ ചന്ദ്രൻ. ആരോമൽ ഉണ്ണി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ആരോമൽ ചന്ദ്രൻ എന്നുള്ള പേരിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഒരു എന്തൊരു ഓമനത്വം തോന്നുന്നൊരു പേരാണ്. സ്വഭാവം അങ്ങനെയാണോ? ആരോമൽ എന്ത് ചെയ്യണു? ഞാൻ ഇപ്പോൾ ഡിസൈനറാണ്, ആൽബം ഡിസൈനറാണ്. ആൽബം ഡിസൈനറാണ്. ഓക്കെ, കല്യാണ ആൽബങ്ങളൊക്കെയാണോ? അതെ അതെ അതെ. കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് മലയാളത്തിന്റെ യൂത്ത് ഐക്കൺ പൃഥ്വിരാജിന്റെ ശബ്ദം ഒന്ന്. പൃഥ്വിരാജ്, യെസ്. You know, I was originally a charcoal artist. വെളുത്ത ക്യാൻവാസിൽ കറുത്ത വരകൾ മാത്രമായിരുന്നു ജെയിംസ് എന്ന ആർട്ടിസ്റ്റ്. Till I discovered my first color. ഞാൻ തിരിച്ചറിഞ്ഞ ആദ്യത്തെ നിറം ഹാലിസാണ്. അവളുടെ പ്രണയമാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഞങ്ങളുടെ സന്തോഷമാണ് താനെ കാണുന്ന എൻ്റെ ആർട്ട്. അത് നഷ്ടമായതിൽ പിന്നെ എത്ര രാത്രികൾ ഞാൻ ഇതിനകത്ത് വന്നൊരു ബ്ലാങ്ക് ക്യാൻവാസിന് മുന്നിൽ വെറുതെ ഇരുന്നിട്ടുണ്ടെന്നറിയോ? I just can't paint anymore. Thank you. അടുത്ത ശ്രീ മനോജ് കെ ജയന്റെ ശബ്ദം അനുകരിക്കുന്നു. ബോംബെ വാല ഫാൻഡം പൈലി താഴടിവാരം മുതൽ കേട്ടു തുടങ്ങിയതാ നിന്റെ ഈ പേര് കൊള്ളാം. നിന്റെ കാഴ്ച ഞാൻ എടുത്തിട്ടും കളരിച്ചുവിടും അഭ്യാസങ്ങളും പിഴയ്ക്കാത്ത കളരിക്കൽ ചെമ്പ. നിനക്കെന്താണ് വേണ്ടത്? ഞാൻ വെറും ഒരു ബ്രഹ്മചാരി. നിന്റെ അത്ര അഭ്യാസങ്ങളും ആമുറകളും ഒന്നും എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ആയുധങ്ങളുമില്ല. എന്നെ വെറുതെ വിട്ടൂടെ ചെമ്പ. എന്നെ ഉപദ്രവിക്കരുത്. കഴിഞ്ഞതെല്ലാം നീ മറക്കണം. ത്രാണശക്തിയിൽ അഗ്രഹണീയനായ നിന്റെ മുന്നിൽ ഞാൻ ആരുമല്ല. ചെമ്പ ചെമ്പ ചെമ്പ. താങ്ക് യു താങ്ക് യു. അടുത്തതായിട്ട് സുരാജ് ഏട്ടന്റെ ശബ്ദം. ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ ചിത്രത്തില് സുരാജേട്ടൻ വ്യത്യസ്തമായ ഇമോഷണൽ സീനാണ് ചെയ്തത്. അപ്പൊ അതില് വോയിസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സാറേ, എൻ്റെ മോളെയും കൂടെ കൊണ്ടാണ് ഇവിടെ പോയത്. എൻ്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. സാറേ, ഞാൻ ഇന്നേ വരെ എവളെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഞാൻ തയ്യാറാണ്. സിന്ധു, നീ പോണെങ്കിൽ പൊക്കോ, പക്ഷെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം. സനല്ലേ, തമാശക്കാണെങ്കിൽ പോലും ആരടുത്ത് ഇങ്ങനൊന്നും പറയല്ലെന്ന് പറയണം. ഒരു ശബ്ദം കൂടി ചെയ്തുകൊണ്ട് ഞാൻ നിർത്തിയാണ്. ശ്രീ ദുൽഖർ സൽമാന്റെ ശബ്ദം. ഓക്കേ, ദുൽഖർ സൽമാന്റെ ശബ്ദമാണ് എനിക്ക് കേൾക്കാൻ പോകുന്നത്. കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലെ ക്ലൈമാക്സ്. അതെടാ, ഞങ്ങൾ തെരുവോട്ടികളെ, തെരുവ് പട്ടിയെ കുടമകളില്ല. പക്ഷെ തമ്മി കൂറുണ്ട്. ചത്താലും ഞങ്ങൾ ഒറ്റ കെട്ട. പിന്നെ നിന്റെ എറണാകുളം സിറ്റി, അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ. അത് നിൽക്കുന്നത് കമ്മട്ടിപ്പാടത്തിൻ്റെ ചതുപ്പിലാണ്. അത് കെട്ടിപ്പൊക്കെ സിമൻറ്റും കല്ലും കൊണ്ടൊന്നുമല്ല, നല്ല കറുത്ത കട്ട പിടിച്ച ചോര കൊണ്ട്. ഗംഗയുടെയൊക്കെ ചോര. ചോരയ്ക്ക് ചോര വിളി കേൾക്കണ. താങ്ക് യു. യെസ്, അപ്പൊ കഴിഞ്ഞു 4 സ്റ്റാർസ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ? സൂപ്പറായിരുന്നു. പിന്നെ ആരോമലോട് പ്രത്യേക അഭിനന്ദനം പറയാം. പൃഥ്വിരാജിന്റെ സൗണ്ട് ഏത് മ്യൂസിക്കാർ പറഞ്ഞാലും എടി ചങ്ങരശ്ശേരിക്കാരൻ അങ്ങനെ ഡയലോഗില്ലേ, അതായിരുന്നു. പക്ഷെ ഇത് വെറൈറ്റി ആയിട്ട് ഇതുവരെ ആരും ഈ ഡയലോഗ് ഇത്രയും നീളമുള്ള ലെങ്തി ഡയലോഗ് പറഞ്ഞാൽ. അതുപോലെ മനോജ് കെ ജയൻ ചേട്ടന്റെ സൗണ്ടും നല്ല ലെങ്ത് ഉള്ള ഡയലോഗ്, ഒത്തിരി വോയിസ് മോഡുലേഷൻ ഉള്ള ഒരു ഡയലോഗ്, അതൊക്കെ സൂപ്പറായിട്ട് യഥാർത്ഥത്തിൽ. അതും മനോജ് കെ ജയന്റെയും ജയൻ ചേട്ടന്റെ സൗണ്ടും പറഞ്ഞത് വെറൈറ്റി ഡയലോഗാണ്. ഇതുവരെ ആരും പറയാത്ത മറ്റേ പാപ്പി അങ്ങനെയുള്ള വേറെ ഡയലോഗ്. മാത്രമേ എല്ലാവരും മാത്രമേ പറയാറുള്ളൂ. പക്ഷെ ഇത് മറ്റേത് അതും ലെങ്തി ആയിട്ടുള്ള ഡയലോഗ്. പിന്നെ നല്ല വൃത്തിയായിരുന്നു ചെയ്തതെല്ലാം. കറക്റ്റായിട്ട് ഡയലോഗ് വൃത്തിയായിട്ട് നല്ല ക്ലീൻ ആയിട്ടായിരുന്നു ചെയ്തത്. പിന്നെ ഉപദേശം തരാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ ഫലം ദൈവം തരും. അപ്പൊ നല്ലൊരു കൈയടി കൂടി കൊടുത്ത് നമുക്ക് ആരോമലിനെ തൽക്കാലം ഇവിടുന്ന് പറഞ്ഞുവിടാം. ഓക്കെ ആരോമൽ, താങ്ക് യു സോ മച്ച്.